മാന്യ സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ ഇത് ചാമ്പയാണ്. ഈ ചാമ്പ ആപ്പിൾ ചാമ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചാമ്പ. അപ്പോൾ ഈ ചാമ്പ ഇപ്പോഴിത് വാങ്ങിച്ച് നട്ടിട്ട് ഒരു കൊല്ലത്തോളമായി. ആദ്യമായിട്ട് ഇതിപ്പോഴ് കായ്കളൊക്കെ ഉണ്ടായി, പൂവൊക്കെ ഉണ്ടായി, ധാരാളം പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പം നാളിതുവരെ ഇതിന് വളപ്രയോഗം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഇതിന് വളപ്രയോഗം നടത്താൻ പോവുകയാണ്. നമ്മൾ ഫലവൃക്ഷങ്ങൾ വളപ്രയോഗം നടത്തുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കൊമ്പുകൾ നമ്മൾ വെട്ടിമാറ്റി. ഇത് ശിഖരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഈ ശിഖരങ്ങൾ മൊത്തം നമ്മൾ അനാവശ്യ ശിഖരങ്ങൾ വെട്ടിമാറ്റി. അനാവശ്യ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നത് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മളിടുന്ന വളം ഇത് വലിച്ചെടുത്ത് ഈ ശിഖരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടുതൽ വളം അങ്ങ് ഉപയോഗിക്കും. അങ്ങനെ വരുന്നുണ്ടേ ഇതിൻ്റെ കായ്ഫലം കുറയാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, വളങ്ങൾ പൂർണ്ണമായിട്ടും ഇത് വലിച്ചെടുക്കുന്നതുകൊണ്ട് വളരെ വലിയ ഒരു വൃക്ഷമായിട്ടിത് മാറുന്നു. ഒപ്പം ഈ തണ്ടുകൾക്ക് ബലക്കുറവുണ്ടാകുന്നു. അങ്ങനെ ചെറിയ കാറ്റിലും മഴയത്തുമൊക്കെ ഇത് ഒടിഞ്ഞു വീഴാനും മറിഞ്ഞു വീഴാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൊമ്പുകൾ വെട്ടിമാറ്റുന്നത്. അപ്പോൾ ഇത് ഞാൻ നട്ടുപിടിപ്പിച്ച ഈ ചാമ്പയുടെ ഞാൻ ചെയ്യുന്ന വളത്തിൻ്റെ രീതിയാണ് ഞാനിവിടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു പക്ഷേ ഇതല്ലാതെ മറ്റ് പലരും പല രീതിയിൽ വളം ചെയ്യുമായിരിക്കും. അപ്പോൾ അതാണ് ശരി എന്നുള്ളത് നമുക്ക് വിഷയമല്ല. നമ്മൾ അറിഞ്ഞ വിവരങ്ങളും നമ്മൾ ചിന്തിച്ചെടുത്തും നമ്മൾക്ക് മനസ്സിലായ വിവരങ്ങൾ ഉപയോഗിച്ചുള്ള ഈ വളം ചെയ്യുന്ന രീതിയാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു കാര്യമുള്ളത്, അറിവെന്ന് പറയുന്ന ഒരിടത്തും പൂർണ്ണമാവുന്നില്ല. അറിവ് മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നില്ല. സകല ചരാചരങ്ങളിലും അറിവുണ്ട്. അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. അതിൽ നിന്നെല്ലാം പാഠങ്ങൾ പഠിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമാണെന്നോ ഇത് മാത്രമേ ശരിയുള്ളെന്നോ ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. ഇത് എന്തായാലും കൃഷിയെ സ്നേഹിക്കാനും അതുപോലെ കർഷകരെ ഇഷ്ടപ്പെടുന്നവരും ഇത്തരത്തിൽ ചെറിയ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയും അത്തരം അറിവുകൾ ശേഖരിച്ച് മറ്റുള്ളവർ എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഈ വീഡിയോകൾ. അങ്ങനെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ദയവായി ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ഇലഞ്ഞൂർ വ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കൊമ്പുകളൊക്കെ മുറിച്ച് നമ്മൾ കളഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഈ ഇളക്കിയ മണ്ണിൽ വളം വിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. വളം വിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് കുമ്മായമാണ്. ഇതിൻ്റെ 1 സ്പൂൺ കുമ്മായപ്പൊടി വെള്ളത്തിൽ ഇടുക. ഒരു സ്പൂൺ കുമ്മായപ്പൊടി വെള്ളത്തിലിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഒന്ന് കലക്കിയെടുക്കുക. വെള്ളവും ഈ കുമ്മായപ്പൊടിയും തമ്മിൽ വളരെ നന്നായി മിശ്രിതമാക്കിയെടുത്തു. അതിനുശേഷം അല്പം അകലെ കൂട്ടി നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. കലക്കി മാത്രമേ ഒഴിക്കാവൂ. കാരണം മണ്ണിലുണ്ടാകുന്ന ചില ദോഷങ്ങൾ നശിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അമ്ലാംശം, ക്ഷാരാംശം ഒക്കെ കൂടുതലുണ്ട്. അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിക്കുന്നത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇത് കമ്പോസ്റ്റ് വളമാണ്. കമ്പോസ്റ്റ് വളം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കോഴിവളമാണ്. കോഴിവളം അല്പം അകലക്കൂട്ടിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇവിടെ മറ്റ് വളങ്ങളൊന്നും തന്നെ നമ്മൾ ഇടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചാമ്പയോട് ചേർന്ന് തന്നെ ഒരു കുറ്റിക്കുരുമുളക് നട്ടിട്ടുണ്ട്. ഈ കുറ്റിക്കുരുമുളകിന് നമ്മൾ പിണ്ണാക്ക് വളങ്ങളും എല്ലുപൊടിയും അടങ്ങുന്ന വളം ഇടാതിരിക്കുകയാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ കുറ്റിക്കുരുമുളക് ഇടുന്ന ആ വളത്തിൻ്റെ 50% ഈ ചാമ്പ ആദേശം ചെയ്യും, അല്ലെങ്കിൽ വലിച്ചെടുക്കും. ബാക്കി 50% മാത്രമേ കുറ്റിക്കുരുമുളകിന് കിട്ടത്തുള്ളൂ. അതനുസരിച്ചുള്ള വളപ്രയോഗ രീതിയായിരിക്കും ഇതിന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലുപൊടിയോ പിണ്ണാക്ക് വളങ്ങളോ ഇതിടുന്നില്ല. ഇടാതെ തന്നെ ഈ കുറ്റിക്കുരുമുളക് എന്ന വളത്തിൽ നിന്നും അത് പിടിച്ചെടുക്കും. കുറ്റിക്കുരുമുളക് എന്തിനാണ് ഇതിൻ്റെ അടുത്ത് നട്ടതെന്ന് ചോദിച്ചാൽ, കുറ്റിക്കുരുമുളക് മണ്ണിൽ നടന്നുണ്ടേ
അതിന് വെയിലിനെ അതിജീവിക്കാനുള്ള കഴിവില്ല. ശക്തമായ വെയിലാവുന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ, ഏതെങ്കിലും ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിൽ അല്പം അകലെയായിട്ട്, മിനിമം ഒരു 1.5 അടിയെങ്കിലും അകലെയായിട്ട് അത് നട്ട് അതിന് വളം ചെയ്യുകയും മറ്റ് ഫലവൃക്ഷത്തിന് വളം ചെയ്യുകയും രണ്ടിൽ നിന്നും നമുക്ക് ആദായം കിട്ടും. പിന്നെ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആപ്പിൾ ചാമ്പ, ഇത് ആപ്പിളാണ്, ആപ്പിൾ പോലെ ഉള്ള ചാമ്പയാണ്. അപ്പോൾ ഈ ആപ്പിൾ ചാമ്പയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ചാമ്പയെക്കാട്ടിലും വലിപ്പമുള്ളതാണ്. അതുപോലെ തന്നെ പഴുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ചുവന്ന കളറിൽ കിട്ടും. മറ്റുള്ള ചാമ്പപ്പഴം പോലെ തന്നെ ഇതിന് ജലാംശം ഏറ്റവും കൂടുതലുണ്ട്. അപ്പം ജലാംശം ഏറ്റവും കൂടുതലുകൊണ്ട് തന്നെ വളത്തിനോടൊപ്പം തന്നെ ചാമ്പയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ജലസേചനമാണ്. മഴ പെയ്യാത്ത ദിവസങ്ങളിൽ നല്ലവണ്ണം ജലസേചനം നമ്മൾ നടത്തണം. കാരണം എങ്കിൽ മാത്രമേ ചാമ്പ നിറഞ്ഞ് കായ് വരാൻ തരത്തുള്ളൂ. പിന്നെ ഈ പഴം നമുക്ക് പഴമായിട്ട് തന്നെ കഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അച്ചാറിട്ട് നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഉണങ്ങി ഡ്രൈ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൊള്ളാവുന്ന പഴങ്ങളാണ് ഇത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതിന് ഈ പുഴുക്കളുടെ വാതകൾ വരാൻ സാധ്യതയുണ്ട്, പുഴുക്കൾ. അതുകൊണ്ട് തന്നെ നമ്മൾ സമയം കിട്ടുന്ന ദിവസങ്ങളിൽ ഇത് ചാമ്പ മരത്തെ ഒന്ന് നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പുഴു ഉണ്ടെങ്കിൽ അതിനെ കൊന്നുകളയോ, അതല്ലെങ്കിൽ പിന്നെ വേപ്പിൻ കുരുവിൻ്റെ സത്ത് തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് പുഴുവിനെ നശിപ്പിക്കണം. അല്ലാതെ മറ്റ് രോഗകീടബാധകളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പം ചെറിയ ഒരു രീതിയിൽ നമുക്കൊരു ചാമ്പ നട്ടുപിടിപ്പിക്കാൻ ഇതുപോലെ സാധിക്കും. നമ്മളുടെ അറിവിൻ്റെയും കഴിവിൻ്റെയും പരിധി നിന്നുകൊണ്ട് നമുക്ക് വലിയ പണച്ചെലവില്ലാതെ ഇത്തരത്തിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാമെങ്കിൽ നമുക്ക് വില കൊടുത്ത് വാങ്ങാതെ പഴങ്ങൾ നല്ലവണ്ണം കഴിക്കാം. നമ്മുടെ പപ്പായ ആയാലും നമ്മുടെ ചാമ്പയായാലും ഒക്കെ, നമ്മുടെ ചക്കപ്പഴം, ഇതൊക്കെ ഇതിനോളം സ്വാദിഷ്ടവും പോഷകാംശവുമായ പഴങ്ങൾ നമ്മൾ എത്ര വില കൊടുത്താലും കിട്ടത്തില്ല. അപ്പം ഇതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുകയും ഈ ഇലഞ്ഞൂർ ബ്ലോഗ് പോലെയുള്ള ബ്ലോഗിൻ്റെ വീഡിയോകളൊക്കെ കണ്ട് പണച്ചെലവില്ലാതെ പരിപാലിക്കുന്ന രീതികൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിത ചെലവ് ഗണ്യമായി കുറയ്ക്കാനും അങ്ങനെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനും ഒപ്പം ആരോഗ്യം നിലനിർത്താനും നമുക്ക് സാധിക്കും. അപ്പം ഞാൻ ഈ പറയുന്നെങ്കിലും ഈ അറിവ്, ഈ നമ്മളുടെയൊക്കെ അറിവുകളെന്ന് പറയുന്ന ഒരിടത്തും അറിവ് പൂർണ്ണമല്ല. ഓരോ മനുഷ്യർക്കും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ അറിവുകളാണുള്ളത്. ആ അറിവ് ശേഖരിക്കുന്നതിലും ആ അറിവ് മറ്റുള്ളവരിൽ എത്തിക്കുന്നതിലും വ്യത്യസ്ത കഴിവുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അതുപോലെ തന്നെ കൃഷിയെയും കർഷകനെയും ഒക്കെ ഈ ഇത്തരത്തിൽ പ്രേരിപ്പിക്കാൻ, കൃഷി ചെയ്യാനും അതിൽ വളരെയധികം സന്തുഷ്ടതയോടുകൂടി മുന്നേറാനുമൊക്കെ പ്രേരണ കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കനുണ്ട്. ആ ബെല്ലൈക്കൻ അമർത്തുവാണെങ്കിൽ ഞങ്ങളിടുന്ന നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീണ്ടും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.